മനുഷ്യനെ മരിക്കാനും സമ്മതിക്കില്ലേ? നിങ്ങൾ ആരാണ് മിസ്റ്റർ? നിങ്ങൾ എന്തിനാ എന്നെ പിടിച്ച് മാറ്റിയത്? തനിക്ക് മരിക്കല്ലേ വേണ്ടു. 3:15 വടക്കോട്ടൊരു ട്രെയിനുണ്ട്, അതിനാകാം. ഞാനും മരിക്കാൻ വന്നതാ. അതേ സ്നേഹിത, ദാ അപ്പുറത്ത് കിടന്നുകൊണ്ട് വണ്ടി ഒന്ന് നോക്കിയതാ. അപ്പോഴാ നിങ്ങളെ കണ്ടു. സത്യം പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാനാണ് വന്നതെന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയി ടെൻഷനിൽ. നിങ്ങൾ ഇവിടെ കിടക്കുന്നത് എന്തിനാണെന്നറിയാതെ ഞാൻ എങ്ങനെ മനസ്സമാധാനത്തോടെ മരിക്കും? അല്ല പറ. പോലെ നിക്ക് പറയട്ടെ. 3:15 വടക്കോട്ടൊരു ട്രെയിനുണ്ട്, അതുവരെ നമുക്ക് സംസാരിച്ചിരിക്കാം. എന്നിട്ട് വണ്ടി വരാറാവുമ്പോ ട്രാക്കിൽ കയറി കിടന്ന് സുഖമായിട്ട് മരിക്കാം. പേര് പറഞ്ഞില്ലല്ലോ. എന്റെ പേര് നരേന്ദ്രൻ. അല്ല, ഞാൻ ഇപ്പോഴാ ശ്രദ്ധിച്ചത്. എന്താ ദേഹത്തൊക്കെ ചോര? എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങാതി. അടുത്ത ട്രെയിൻ വരാൻ ഇനി അധികം സമയമില്ല. ജീവിച്ചിരിക്കുന്ന ബാക്കിയുള്ള നിമിഷങ്ങൾ വെറുതെ കളയുന്ന എന്തിനാ? ഒരു തീരുമാനം എടുക്കാനേ ബുദ്ധിമുട്ടുള്ളൂ. നമ്മൾ രണ്ടുപേരും തീരുമാനം എടുത്തു കഴിഞ്ഞു. പിന്നെന്താ പറയും? നിങ്ങൾ എന്തിനാ മരിക്കാൻ തീരുമാനിച്ചത്? നിങ്ങൾ എന്തിനാ മരിക്കാൻ തീരുമാനിച്ചത്? സിമ്പിൾ. എനിക്ക് ജീവിച്ച് മതിയായി. ഒരുപാട് അനുഭവങ്ങളിലൂടെ ഇവിടെ വരെ എത്തി. ഇപ്പൊ ഞാൻ സന്തുഷ്ടനാണ്. ഇനി കുറെ കാലം കൂടെ ജീവിച്ച് ഭൂമിക്ക് ഒരു ഭാരമാകുന്നതിനേക്കാൾ നല്ലത് സന്തോഷമായിട്ട് മരിക്കുകയാണെന്ന് തോന്നി. സ്വരം നന്നായിരിക്കുമ്പോഴേ പാട്ട് നിർത്തുക എന്ന് കേട്ടിട്ടില്ലേ? സ്നേഹിക്കാനോ കാത്തിരിക്കാനോ ആരുമില്ല. മരിച്ചാലൊന്ന് കരയാൻ പോലും ആളില്ല. എനിക്ക് ജീവിച്ച് മതിയായിട്ടില്ല. സ്നേഹിക്കാനും കാത്തിരിക്കാൻ ആളുകളുണ്ട്. അവർക്ക് ഞാനല്ലാതെ മറ്റാരുമില്ല. പക്ഷേ എനിക്ക് മരിച്ചേ പറ്റൂ. മനസ്സിലായില്ല? ഞാനൊരാളെ കൊന്നിട്ട് വന്നിരിക്കുക. നാളെ നേരം വെളുക്കുമ്പോ എല്ലാവരും ഇതറിയും. ഞാൻ ജനിച്ചു കൊള്ളുന്ന നാട്ടിലൂടെ എന്റെ അച്ഛനമ്മമാരുടെ മുമ്പിലൂടെ എന്നെ പോലീസ് വിലങ്ങണീച്ച് നടത്തും. അത് സഹിക്കാനുള്ള ശക്തി എനിക്കില്ല. മരിക്കണം, മരിച്ചേ പറ്റൂ. വ്യക്തമായി പറയൂ, എന്താണ് സംഭവിച്ചത്? താൻ ആരെയും കൊന്നിട്ടില്ല. കൊന്നു. അയാളുടെ ബോഡി ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. അല്ല, താനല്ല അയാളെ കൊന്നത്, ഞാനാണ്. എടോ, താൻ ജീവിച്ചിരിക്കേണ്ട വ്യക്തിയാണ്. സ്നേഹമുള്ള അച്ഛനമ്മമാര്, അനിയത്തി, അവരുടെ ഒക്കെ ജീവിതം തന്റെ കയ്യിലാണ്. ഞാനാണെങ്കിൽ ഒരു അനാഥൻ, മരിക്കാൻ സ്വയം തീരുമാനിച്ചവൻ. ഒരു കൊലപാതക കുറ്റം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ആർക്കും ഒരു നഷ്ടവും വരാനില്ല. റെയിൽവേ ട്രാക്കിൽ കിടന്ന് വൃത്തികേടായിട്ട് മരിക്കുന്നതിന് പകരം സർക്കാർ ചെലവിൽ തൂക്കുമരത്തിൽ കിടന്ന് ചാവാം. നല്ല പബ്ലിസിറ്റിയും കിട്ടും. ഏത് വഴിക്കായാലും മരണം മരണം തന്നെയാടോ. തന്നെയുമല്ല, തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ പേരിൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ എനിക്ക് വേണ്ടി തുറക്കപ്പെട്ടാലോ? പറ, എങ്ങനെയാണ് താൻ അയാളെ കൊന്നത്? വ്യക്തമാക്കിയാലേ പോലീസിന്റെ മുമ്പിൽ എനിക്കൊരു കഥയുണ്ടാക്കി പറയാൻ പറ്റുള്ളൂ. ധൈര്യമായിട്ടിരിക്കണോ? ജനു ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരികയും പോകുമെന്നും വേണ്ട. താൻ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. മനസ്സ് നിറയെ കുറ്റബോധമുണ്ട്, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, ഇതൊക്കെ അല്ലേ? എന്റെ ലൈൻ ഞാൻ നേരത്തെ വ്യക്തമായി കഴിഞ്ഞു. എനിക്കൊരു വിഷമവും ഇല്ല, പിന്നെ ഒരു ദുഃഖമുണ്ട്. വധശിക്ഷ ഒത്തു കിട്ടിയില്ല, അത് ജീവപര്യന്തമായി കുറഞ്ഞുപോയി. സാരമില്ല, ചിത്രഗുപ്തന്റെ കണക്ക് പുസ്തകത്തിൽ എന്റെ പേര് വളരെ താഴെയായിരിക്കാം. ഒക്കെ ഒരു തമാശയായിട്ട് എടുത്താൽ മതി. തമാശ ഏറ്റെടുക്കാൻ എനിക്ക് കഴിയണ്ടേ? നിയമത്തിന്റെ നാട്ടുകാരുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കാം. പക്ഷെ എന്റെ മനസാക്ഷിയുടെ മുമ്പിൽ നിന്ന് എനിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? മനസാക്ഷി, അതിനൊക്കെ എന്താ ഇവിടെ ഒരു വിലയുള്ളൂ? ഞാൻ എല്ലാം തുറന്നു പറയാൻ പോവാ. വരുന്ന എന്തും വരട്ടെ, അനുഭവിക്കാൻ ഞാൻ ഒരുക്കുക. ജനു, മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ചിന്തകളൊക്കെ തകരാറിലാവും. അതനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അപകടം കൂടുകയുള്ളൂ. നീ എന്ന് പറഞ്ഞില്ലേ, വയസ്സായ അച്ഛനമ്മമാര്, കല്യാണപ്രായമായ അനിയത്തി, അവർക്കൊക്കെ നീയല്ലേ ഉള്ളൂ. എന്നെക്കുറിച്ച് ഓർക്കുന്നതിന് പകരം നീ അവരെ പറ്റി ആലോചിക്കും. എനിക്ക് നഷ്ടപ്പെടാൻ എന്താ ഉള്ളൂ? മുകളിൽ ആകാശം, താഴെ ഭൂമി, അതിനിടയ്ക്ക് അപൂർവമായിട്ട് ഈ ഒരു ജന്മം. പുറത്തെ സ്വാതന്ത്ര്യത്തെക്കാൾ സുഖമുണ്ട് ഇവിടെ. പുതിയ ആളുകൾ, പുതിയ അനുഭവങ്ങൾ. പക്ഷെ മനസ്സ് നീറി ഞാൻ എത്ര നാളിങ്ങനെ ജീവിക്കും? അതുകൊണ്ടാ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ടെന്ന്. കാണാതിരിക്കുമ്പോ പതുക്കെ പതുക്കെ മറക്കാൻ കഴിയും, മനസ്സും ശാന്തമാവും. ജനനത്തിലൂടെ മാത്രമല്ല സഹോദര ബന്ധമുണ്ടാവുന്നു. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ട നിമിഷമുണ്ടല്ലോ,
മരണത്തിന് തൊട്ടു മുമ്പുള്ള ഒരു അപൂർവ സംഗമം. സത്യം പറഞ്ഞാൽ അപ്പൊ മുതൽ നീ എന്റെ അനിയനായി. ധൈര്യമായിട്ട് പോ. ദിസ് ഇസ് എ വെരി കോംപ്ലിക്കേറ്റഡ് കേസ്. ഈ പ്രതിക്ക് വട്ടുണ്ടോ? അല്ല, ഞാൻ ചോദിച്ചത്, സാമാന്യ ബുദ്ധിയുള്ള ആരും ഇങ്ങനെ പെരുമാറുമെന്ന് തോന്നുന്നില്ല. കൊല്ലുന്നതിൽ യാതൊരു കുഴപ്പമില്ല. എന്തിനാ അയാൾ കുറ്റം ഏൽക്കാൻ പോയത്? പോക്കറ്റ് നിറച്ച് കാശും എന്നെ പോലെ ബുദ്ധിയുള്ള ഒരു വക്കീലും ഉണ്ടെങ്കിൽ ഏത് കൊലക്കേസ് നമുക്ക് ഊരാം. യു ആർ വെരി ലേറ്റ്. എന്നെ നേരത്തെ വന്ന് കാണായിരുന്നില്ലേ? ഒരു വക്കീലിനെ വെക്കാൻ അദ്ദേഹം സമ്മതിച്ചില്ല. രോഗിയോട് ചോദിച്ചിട്ടല്ല രോഗത്തിന് ചികിത്സിക്കേണ്ടത്. വളണ്ടറി കൺഫെഷനും കഴിഞ്ഞു, വിധിയും വന്നു കഴിഞ്ഞു. ഇനി കേസ് റീഓപ്പൺ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അയ്യോ, അങ്ങനെ പറയരുത് സാർ. സാറ് വിചാരിച്ചാൽ എന്തെങ്കിലും പഴുതുണ്ടാക്കാൻ കഴിയുമെന്ന് എല്ലാവരും പറയുന്നത്. അത് ശരിയാണ്. വല്ല പഴുതുണ്ടാക്കാൻ എന്നെ കൊണ്ടേ സാധിക്കൂ. സീനിയർ വക്കീലന്മാർ വരെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നത് എന്നോട് ചോദിച്ചിട്ടാണ്. നിയമപുസ്തകങ്ങൾ എനിക്ക് മനഃപാഠമാണ്. വക്കീലായ എന്റെ അച്ഛൻ പോലും പറയുന്നത് ബുദ്ധിശക്തിയിലും ഓർമ്മശക്തിയിലും ഞാനൊരു കമ്പ്യൂട്ടറാണെന്നാ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പോട്ടെ, പ്രതി സഹകരിക്കുമോ? തീർച്ചയായും സഹകരിക്കും. താൻ എന്റെ ഓഫീസിൽ ചെന്നിരിക്കും. ബാക്കി എവിടെ വെച്ച് സംസാരിക്കാം. ഞാൻ ആലോചിക്കട്ടെ. കുഞ്ഞിക്കണ്ണ, കുഞ്ഞിക്കണ്ണ, എടോ കുഞ്ഞിക്കണ്ണ. പതുക്കെ വിളിച്ചാൽ എനിക്ക് കേൾക്കാൻ കഴിയും. വെള്ളയപ്പം, മുട്ടറോസ്റ്റ്, പഴം പുഴുങ്ങിയ ഇതൊക്കെ വേണമെന്നല്ലേ പറഞ്ഞ്? കുറച്ച് സമയം പിടിക്കും. അതിൻ്റെ ഇടയിൽ വേറെ പണി പറഞ്ഞാൽ ഇതും നടക്കൂല അതും നടക്കൂല. മെഷീൻ അല്ലേ ഞാൻ. കുളിക്കാൻ വെള്ളം ചൂടാക്കിയോ? ചൂടാക്കാൻ മണ്ണെണ്ണയും തീപ്പെട്ടിയും സ്റ്റൗവും ഒക്കെ റെഡി. പക്ഷെ ടാങ്കിൽ വെള്ളമില്ല. വെള്ളം ഇല്ലേ? ഹൗസ് ഓണർ തള്ള മോട്ടർ ഓൺ ചെയ്തിട്ടില്ല. വക്കീലും താഴ്ചെന്ന് പറ. ഞാനോ? പിന്നെ അതും ഞാനോ? ആ തള്ളയായിട്ട് ഗുസ്തി പിടിക്കാനല്ല വലിയ വക്കീൽ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. മോട്ടർ ഓൺ ചെയ്യാൻ പറഞ്ഞ തള്ള എന്നെ തിന്നാൻ പോരാ. നിനക്ക് നല്ല തണ്ടും തടിയില്ലേ, താഴെന്ന് വെള്ളെടുത്തോണ്ടേ ചൂടാക്കിയാ പോരെ, എന്തിനാ കരണ്ട് കളിയുന്നൊക്കെ. ഇന്നാളൊരു മീനിന്റെ മുള്ള് പൂച്ച കടിച്ചോണ്ടേ അവരുടെ വെറ്റിലച്ചലത്തിലിട്ടു. അത് ഞാൻ ചെയ്താണെന്നും പറഞ്ഞ് പൂരത്തെറി. ഞാൻ സത്യം തുറന്നു പറഞ്ഞേക്കാം. ഇങ്ങനെ പോവാണെങ്കിൽ എനിക്ക് വക്കീലിന്റെ സഹായം വേണ്ടി വരും. മനസ്സിലായില്ല. ഞാൻ ആ തള്ള കൊല്ലു. ബാക്കിയൊക്കെ വക്കീലിന്റെ അടുത്താ. പറഞ്ഞത് മനസ്സിലായല്ലോ. റോട്ടിലൂടെ പോകുമ്പോ വളരെ സൂക്ഷിച്ചു പോണം കേട്ടോ. വക്കീലെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങളെ കാണാൻ വരുന്ന ആളുകളുണ്ടല്ലോ, വായ നിറച്ച് മുറുക്കി ഈ മിറ്റത്ത് തുപ്പടുത് നിർത്തിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. എന്റെ സ്വഭാവം മാറി കഴിഞ്ഞു. വൈകുന്നേരം ഞാൻ വരുമ്പോഴേക്ക് ടാങ്കിൽ വെള്ളം നിറച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം ഞാൻ കാണിക്കും. ചീത്തയായാൽ ഞാൻ മഹാ ചീത്തയാ. ഈ തള്ളയുടെ ധിക്കാരം അവസാനിപ്പിക്കാതെ നമുക്ക് ഇവിടെ സ്വൈരായി ജീവിക്കാൻ പറ്റില്ല. ഞാൻ മേലാണെങ്കിൽ അത് തിന്നത്രേ. അതിന് ഈ തള്ളക്ക് എന്താ ചെയ്തോ? ആരുടെ നിന്റെ തള്ള? ഞാൻ വക്കീലായിട്ടാ സംസാരിക്കുന്നത്. വേലക്കാരന്റെ സ്ഥാനത്ത് നിന്നാ മതി. അതിനാരാ ഇവിടെ വേലക്കാരൻ? ഞാൻ വക്കീലിന്റെ ബന്ധുവാ. അതേന്ന്, ഞങ്ങള് ബന്ധുക്കളായിട്ട് വരും. അതൊക്കെ പോട്ടെ. വൈകുന്നേരം ഞാൻ വരുമ്പോ മുകളിൽ ടാങ്കിൽ വെള്ളമില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കാന്ന് എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. എടോ കുഞ്ഞിക്കണ്ണ, ഓ ഇങ്ങ് വന്നേ. ഏത് വകയിലാ നീ എന്റെ ബന്ധുവാകുന്നത്? വേറെ ഒന്ന് രണ്ടാളോട് നീ ഇത് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. അതുകൊണ്ടാ ചോദിക്കുന്നത്. അതിപ്പം വക്കീലിന്റെ ഇളച്ചന്റെ. നിർത്ത്. എനിക്ക് ഓർമ്മയുള്ള കാലം തൊട്ട് നിന്റെ അമ്മയ്ക്ക് എന്റെ വീട്ടിൽ ചട്ടിയും കലവും കഴുകലായിരുന്നു പണി. അങ്ങനെയുള്ള തുക്കട ഫാമിലി അല്ലടാ നെന്മാറ ഫാമിലി. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് ബ്ലഡി ഫൂൾ. അങ്ങോട്ട് പറയേ. വക്കീലിന്റെ അടുത്തും ഡോക്ടറുടെ അടുത്തും ഒന്നും ഒളിച്ചു വെക്കാൻ പാടില്ല. താനൊരാളെ കൊന്നു, പോലീസ് തന്നെ അറസ്റ്റ് ചെയ്തു, കേസ് കോടതിയിൽ വന്നു, കൂട്ടക്കേറിയെന്ന് താൻ പറഞ്ഞു ഞാൻ തന്നെയാണ് കൊന്നതെന്ന്. കുറ്റം ചെയ്തവന്മാരൊക്കെ അങ്ങനെ പറയാൻ തുടങ്ങിയാൽ പിന്നെ ഞങ്ങൾ എന്തിനാടോ ഈ കോട്ടുകൂട്ട് നടക്കുന്നത്? വിഡ്ഢിത്തായിപ്പോയി, മഹാവിഡ്ഢിത്തായിപ്പോയി. അഡ്വക്കേറ്റ് PS നെന്മാറ. എന്താണാവോ ഇദ്ദേഹത്തിന് വേണ്ടത്? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഒന്നും പേടിക്കണ്ട. തന്നെ ഞാൻ രക്ഷിക്കാം. എങ്ങനെ? പട്ടാപ്പകല് നടു റോട്ടിൽ വെച്ച് 100 കണക്കിന് സാക്ഷികളുടെ മുമ്പിൽ വെച്ച കുനിശ്ശേരി കുഞ്ഞു മുഹമ്മദിനെ അയാളുടെ അളിയൻ ഇസ്മായിൽ കുത്തിക്കൊന്നത്. പക്ഷെ ഇസ്മായിൽ ബുദ്ധിയുള്ളവനാ. കോസ്മോപൊളിറ്റൻ ക്ലബിൽ ചീട്ട് കളിച്ചുകൊണ്ടിരുന്ന എന്റെ അടുത്ത് നേരെ വന്ന് വിവരം പറഞ്ഞു. വലിയ കോളിളക്കം ഉണ്ടാക്കിയ കേസായിരുന്നു അത്. പക്ഷെ എന്തായി? ഇസ്മായിലിന്റെ രോമം തൊട്ടില്ല.
കുറ്റം സമ്മതിക്കാൻ തന്നെ ആരാ പ്രേരിപ്പിച്ചത്? എന്താ തന്റെ ഉദ്ദേശം? നമുക്ക് അപ്പീൽ കൊടുക്കുന്ന വക്കീൽ പറയുന്നത്. വളണ്ടറി കൺഫെഷൻ അല്ലെന്ന് കോടതി പറയാം. CRPC 374, 375 മെമ്മോ ഓഫ് അപ്പിയറൻസ് അടക്കം അപ്പീൽ ഫയൽ ചെയ്യാം. എന്നെ പുറത്തിറക്കാനാണോ? എന്താ വിശ്വാസമില്ലേ? വോളണ്ടറി കൺഫെഷൻ അല്ലെന്ന് നിങ്ങൾ എങ്ങനെയാ പ്രൂവ് ചെയ്യാൻ പോകുന്നത്? ഈ കേസ് എന്നേക്കുമായി അവസാനിച്ചു കഴിഞ്ഞു. ഇതിന് റീ ഓപ്പൺ ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. താനൊരു മാനസിക രോഗിയായിരുന്നു എന്നുള്ള ഗ്രൗണ്ടിലായിരിക്കും എന്റെ അപ്പീൽ. പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സാധിക്കുമെങ്കിൽ ഈ ജീവപര്യന്തം ഒരു വധശിക്ഷയാക്കി മാറ്റി തന്നാ കൊള്ളാം. ഏ? എന്താ, സാധിക്കുമോ? ഇയാള് ശരിക്കും ഒരു മാനസിക രോഗി തന്നെയാണോ? ജനു, എന്നെ കാണാൻ വരരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നെ രക്ഷിക്കാൻ നോക്കണ്ട. അല്ല, അത് മനുഷ്യനെ വടിയാക്കരുത്. കോടതിയിൽ നിന്ന് തരിക നേരമില്ലാത്ത എന്നെ ജയിലിൽ പിടിച്ചുകൊണ്ടു നാടകം കളിക്കുന്നു. ബ്ലഡി ഫുൾ. വക്കീലെ ഞാൻ ആഹാ, താനെങ്ങനെ ഇവിടെ എത്തി? ആ പിന്നെ നമ്മുടെ ചിട്ടി കമ്പനിയിലായിരുന്നു. ഓഹോ, കമ്പനി പൊളിഞ്ഞപ്പോ എന്നെ പോലെ തന്നെ ഇവരും അങ്ങ് കഷ്ടത്തിലായി. കമ്പനി പൊളിഞ്ഞത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. തന്നെ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. സമ്പന്നന്മാർക്ക് ഒളിച്ചിരിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. പാവപ്പെട്ട കുറെ മനുഷ്യർ അധ്വാനിച്ചുണ്ടാക്കിയ കാശാതാണ് തട്ടിയെടുത്ത്. അത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അനുഭവം വേറെ ആയിരിക്കും. എന്റെ പൊന്നനിയാ, ഞാൻ ഇനി എന്ത് ചെയ്യാനാ? എല്ലാം ഞാൻ കോടതി പ്രസന്റ് ചെയ്തതാ. കോടതി എന്നെ IP ആയി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഒരുത്തനും ഞാൻ ഇനി കടം വീട്ടേണ്ടതില്ല. IP 5 സ്റ്റാർ ഹോട്ടലിൽ സ്കോച്ച് കുടിക്കുന്ന പാപ്പര്, നാട്ടുകാരുടെ പണം പറ്റിച്ചെടുത്ത് കള്ളക്കണക്കുണ്ടാക്കി നഷ്ടം കാണിക്കുന്ന കുറെ കമ്പനികൾ, അതും വല്ലവന്റെയും പേരിൽ. ഇവിടെ നിന്ന് ബഹളം വയ്ക്കരുത്. ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ താൻ ജോലിക്ക് കയറുന്നത്. ഡേവിഡ് ആണ് തന്നെ പരിചയപ്പെടുത്തിയത്. അയാൾ മരിച്ചുപോയി. ഇനി എന്തെങ്കിലും ഉണ്ടേ കോടതി ചെല്ല്. ഓ വേണ്ട, അല്ലാതെ തന്നെ നിങ്ങളെ ഞാൻ നേരിടും. നിയമം വളച്ചൊടിച്ച് കോടതി മുമ്പിൽ നിങ്ങൾ പാപ്പറായിട്ടുണ്ടാകാം. പക്ഷെ RK നമ്പ്യാരുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ എവിടെയാണെന്നും ആരുടെയൊക്കെ പേരിലാണെന്നും ഇവിടുത്തെ നാട്ടുകാർക്കറിയാം. നിങ്ങളുടെ കള്ളത്തരങ്ങളെ കുറിച്ചുള്ള കുറെ തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. അത് ജനങ്ങളുടെ മുമ്പിൽ നിരത്തി തന്നെ കൊണ്ട് ഒരു തീരുമാനം എടുപ്പിക്കും. ഒറ്റയ്ക്കേ ഉള്ളൂ. അവനെവിടെയെങ്കിലും ഒളിച്ചു നിൽപ്പുണ്ടോ? എന്റെ പൊന്നു വക്കീലെ, അവന് വട്ടാണ്. ശിക്ഷ അനുഭവിക്കുന്ന എനിക്കൊരു പ്രയാസമില്ല. പിന്നെന്താ അവൻ ഇത്ര വിഷമം? അപ്പീൽ കൊടുക്കണം, എന്നെ പുറത്തിറക്കണം. അവൻ അങ്ങനെ പലതും പറയും. ഇനി എന്നെ രക്ഷിക്കാൻ വേണ്ടി ചിലപ്പോ കുറ്റം ചെയ്ത അവനാണെന്ന് കൂടെ പറയും. മണ്ടൻ വക്കീൽ, അതൊന്നും ശ്രദ്ധിക്കണ്ട. അവനല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ? കടം വീട്ടണം, അനിയത്തെ കല്യാണം കഴിച്ചയക്കണം. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തേ തീരുന്നു വെച്ചാൽ എന്ത് ചെയ്യും? വക്കീൽ ഇവിടെ വരെ വന്നുകൊണ്ട് പറയാ, ഇനി എന്നെ കാണാനായിട്ട് വരണ്ട എന്ന് അവനോട് പറയണം. ജനാർദ്ദൻ ഇനി വരില്ല. ഇന്നലെ രാത്രി അയാൾ ആത്മഹത്യ ചെയ്തു. ഇന്ന് രാവിലെ റെയിൽവേ ട്രാക്കിലാണ് ബോഡി കണ്ടത്. രാത്രിയിൽ ഏതെങ്കിലും ട്രെയിനിന്റെ മുമ്പിൽ എടുത്തിയാടിയിരിക്കും. തന്നെ അയാൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. നെന്മാറയല്ല, അതിന്റെ അപ്പുറത്തെ പാറയാലും ശരി, വാടകക്കാരും നിലയ്ക്ക് നിൽക്കണം. അല്ലേ ചിലക്കരുത്. ഈ നാട്ടിൽ വേറെ വീട് കിട്ടാഞ്ഞിട്ടല്ല ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. നിങ്ങളെ മോൻ വന്ന് കാല് പിടിച്ചിട്ടാ. മീൻ കഴുകിയ വെള്ളം താൻ എന്റെ തലയിൽ ഒഴിക്കുന്ന അവൻ വിചാരിച്ചിട്ടുണ്ടാവില്ലടോ. ഞാൻ വെള്ളം ഒഴിക്കുന്നിടത്ത് നിങ്ങൾ തലയായിട്ട് വന്നിക്കൊന്നും ഞാനും വിചാരിച്ചിട്ടില്ലല്ലോ. താൻ തന്റെ വക്കീലിനെ വിളിച്ചിട്ട് വാ. എന്തിന്? തന്നെ പോലെ കുരുത്തം കെട്ടൊരു വേലക്കാരനെ എത്ര നാൾ വെച്ച് പൊറപ്പിക്കുന്നു എനിക്കൊന്ന് ചോദിക്കണം. വേലക്കാരനോ? പിന്നെ ഞങ്ങളെ ബന്ധുക്കളെ പോലെ ഇവിടെ കഴിച്ചു കൂടേ. ഇപ്പൊ പോലെയായ ആരാ? അഡ്വക്കേറ്റ് PS നെന്മാറയുടെ വീടല്ലേ ഇത്? അല്ല, എന്റെ മോൻ പൽപ്പനാവിന്റെ വീടാ. വക്കീല് മേലെ വാടകയ്ക്ക് താമസിക്കുക.